കേരളത്തിൽ ഇസ്ലാമിക പ്രബോധന ദൌത്യവുമായെത്തിയ മഹാനായ മാലിക് ബിനു ദീനാറിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ചാലിയത്തുകാരനായ ഷെയ്ഖ് ഹസ്രത്താബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട കേരള മുസ്ലിംകളിലെ ആദ്യകാല തറവാടുകളിലൊന്നാണ് മഹിതമായ പൈതൃകവും ആധ്യാത്മിക പാരമ്പര്യവുമുള്ള പൊന്നാനിക്കടുത്ത വെളിയങ്കോട് ഗ്രാമത്തിലെ കാക്കത്തറ തറവാട്. ഈ കുടുംബത്തിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന ആലി മുസ്ലിയാരുടെയും ഭക്തയായ ആമിനക്കുട്ടിയുടെയും മകനായി ഹിജ്റ 1179 ഖാളിയാരകം വീട്ടിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസവും ഖുർആൻ പഠനവുമെല്ലാം വെളിയങ്കോട് വെച്ച് തന്നെ നേടി. ഉമ്മയുടെയും ഉപ്പയുടെയും ശിക്ഷണത്തിൽ വളർന്ന മഹാനവറുകൾക്ക് വിദ്യ നുകരാനുള്ള ആവേശവും ഉത്സാഹവും ലഭിച്ചതും ഈ മാതാപിതാക്കളിൽ നിന്നാണ്. തജ്വീദ്, അഖീദ, ഫിഖ്ഹ് എന്നിവ പഠിച്ചത് ഉപ്പയായ ആലി മുസ്ലിയാരിൽ നിന്നാണ്. 8ാം വയസ്സിൽ ഹിജ്റ 1190 വന്യപിതാവിന്റെ വഫാത്തോടെ അനാഥനായ മഹാനവറുകളുടെ പിന്നീടുള്ള സംരക്ഷണം മാതാവിന്റെ ചുമലിലായി. പിതാവിന്റെ മരണശേഷം താനൂർ ഖാളി മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട തുന്നംവീട്ടിൽ അഹ്മദ് മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. അറബി ഭാഷയിലെ വ്യാകരണ ഗ്രന്ഥമായ അൽഫിയ പഠിച്ചത് ഇവിടെ വെച്ചാണ്. തുടർന്ന് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ അപ്പോൾ ദർസ് നടത്തിയിരുന്ന ഖാദിരിയ ത്വരീഖത്തിന്റെ വക്താവായ മമ്മിക്കുട്ടി ഖാളി എന്ന പേരിൽ പ്രസിദ്ധനായ ഖാളി മുഹമ്മദ് ബിൻ സൂഫിക്കുട്ടി മുസ്ലിയാരുടെ മഹനീയ ശിക്ഷണത്തിൽ ജലാലൈനി, തുഹ്ഫ, ഷറഹുൽ ഹിക്കം, ഇഹ്യാ ഉലൂമുദ്ദീൻ, മിൻഹാജുൽ ആബിദീൻ, മഹല്ലി, ഫത്ഹുൽ മൊയ്ൻ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പഠിച്ചു. 13ാം വയസ്സിലായിരുന്നു അദ്ദേഹം പൊന്നാനി ദർസിലെത്തിയത്.